പ്രമേഹമുള്ളവർക്ക് കഴിക്കാവുന്ന ബ്ലഡ് ഷുഗർ കൂടാത്ത 3 തരം സ്നാക്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സാധാരണ സ്നാക്സ് കഴിക്കുമ്പോൾ പ്രമേഹമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടാറുണ്ട്. അതായത് നിങ്ങൾ സ്നാക്സായി മാരിഗോൾഡ് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടാകാം, നംകീൻ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് എന്നിങ്ങനെയുള്ള പലതരം ബിസ്ക്കറ്റുകളൊക്കെ നിങ്ങൾ കഴിക്കാറുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ബിസ്ക്കറ്റുകൾ കഴിക്കുന്നത് മൂലം ബ്ലഡ് ഷുഗർ സ്പൈക്സ് ഉണ്ടാകാൻ ഇടയാകും. ഇതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ബ്ലഡ് ഷുഗർ സ്പൈക്സിന് കാരണമാകുന്നത്. ചിപ്സ്, മിക്സ്ചർ എന്നിവയെല്ലാം ഈവനിങ് ടൈമിൽ കഴിക്കുമ്പോഴും പ്രമേഹമുള്ളവർക്ക് ബ്ലഡ് ഷുഗർ സ്പൈക്സ് ഉണ്ടാകാൻ ഇടയാകും. അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി സ്നാക്സിൻ്റെ രൂപത്തിൽ ഷുഗർ പേഷ്യൻസിന് കഴിക്കാവുന്ന, അതായത് ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടാത്ത സ്നാക്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഷുഗർ പേഷ്യൻസിന് സ്നാക്സിൻ്റെ രൂപത്തിൽ കഴിക്കാവുന്ന നല്ലൊരു ഫുഡാണ് റോസ്റ്റഡ് ചന. ഈ റോസ്റ്റഡ് ചന കഴിക്കുന്നത് കൊണ്ട് ബ്ലഡ് ഷുഗർ കൂടില്ല. ഇതിൽ 45% സ്റ്റാർച്ചാണുള്ളത്. കൂടാതെ ഗ്ലൈസെമിക് ഇൻഡെക്സും കുറവാണ്. നല്ല രീതിയിൽ ഫൈബറും പ്രോട്ടീനുമുണ്ട്. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാവുന്ന മറ്റൊരു ഫുഡ് എന്ന് പറയുന്നത് റോസ്റ്റഡ് പീനട്ടാണ്, അതായത് റോസ്റ്റ് ചെയ്തെടുത്ത കപ്പലണ്ടി. ഇത് രണ്ടും ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ വേണം കഴിക്കാൻ. ഇനി നിങ്ങൾക്ക് നല്ല വിശപ്പാണുള്ളത്, കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ റോസ്റ്റഡ് പീനട്ടും അതോടൊപ്പം റോസ്റ്റ് ചെയ്തെടുത്ത ചനയും കൂടെ ഈ പറയുന്ന രീതിയിൽ സ്നാക്കിൻ്റെ രൂപത്തിൽ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മോണോപോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ നല്ല ഉറവിടമാണ് കപ്പലണ്ടി. കൂടാതെ ഇത് പ്രമേഹമുള്ളവരുടെ ശരീരത്തിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. കൂടാതെ ഇതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവാണ്. അതുമാത്രമല്ല, പ്രോട്ടീനും ഫൈബറും ധാരാളമായി കാണപ്പെടുന്നു. ഈ റോസ്റ്റഡ് ചനയും കപ്പലണ്ടിയും ഉപയോഗിച്ച് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു ഹെൽത്തി സ്നാക്ക് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് 4 ടീസ്പൂൺ റോസ്റ്റഡ് ചന ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ റോസ്റ്റഡ് കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചക്കറികളായി ഞാനിവിടെ ചെറുതാക്കി എരിഞ്ഞ 2 ടേബിൾ സ്പൂൺ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത തക്കാളി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത കുക്കുംബർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം മാത്രം മതി. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അല്പം പിങ്ക് സാൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പകുതി ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഇനി ചോപ്പ് ചെയ്തെടുത്ത കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ചനയും കപ്പലണ്ടിയും വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്ക് ഇവിടെ തയ്യാറായി. ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇടനേരങ്ങളിലൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, കപ്പലണ്ടിയും ചനയുമൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാൻ. പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്തും കഴിക്കാവുന്നതാണ്. 2 ഫുഡ് ഐറ്റംസ് വെച്ച് നമ്മളിതുപോലെ നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഫുഡ് എന്ന് പറയുന്നത് മുട്ടയാണ്. ഞാനിവിടെ പുഴുങ്ങിയ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പുഴുങ്ങിയ മുട്ട സ്നാക്കിൻ്റെ രൂപത്തിൽ നമുക്ക് ഇടനേരങ്ങളിൽ കഴിക്കാവുന്നതാണ്. പുഴുങ്ങിയ മുട്ട 2ആയി മുറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം ഉപ്പെന്ന് പറയുന്നത് പിങ്ക് സാൾട്ട്, അതുപോലെ തന്നെ അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. അതിനുശേഷം ഈ മുട്ട നിങ്ങൾക്ക് സ്നാക്കിൻ്റെ രൂപത്തിൽ കഴിക്കാവുന്നതാണ്. സ്നാക്സായി നിങ്ങൾ ഏതെങ്കിലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചിപ്സോ ഒക്കെ കഴിക്കുന്നതിന് പകരമായാണ് ഇതുപോലെ കഴിക്കേണ്ടത്. ചിപ്സ്, ബിസ്ക്കറ്റ്, ഫ്രൈഡ് ഐറ്റംസ്, മധുരപലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവയ്ക്ക് പകരമായൊക്കെ നിങ്ങൾക്കിതുപോലെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഈ 3 ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബ്ലഡ് ഷുഗർ ഒന്നും കൂടില്ല. കാരണം ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവും പ്രോട്ടീൻ കൂടുതലുമാണുള്ളത്. കുറേ നേരത്തേക്ക് ഇത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്നോട് ഷെയർ ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്